ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇന്ന് നമുക്ക് ഇൻ്റർഫിയറിങ്ങിനെ കുറിച്ച് സംസാരിക്കാം. ഇൻ്റർഫിയറിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു അല്ലെ പൊതുവേ ഉള്ളൊരു നെഗറ്റീവ് സ്വഭാവമാണ് മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഇടിച്ചു കയറി അഭിപ്രായം പറയുക, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ജീവിതത്തിൽ കയറി സംസാരിക്കുക, ഇടപെടുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പം അങ്ങനെ ഒരു കൂട്ടം ആൾക്കാരെക്കുറിച്ചും അതിൻ്റെ എഫക്ട്സുമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഉണ്ടാവുക. അപ്പം ഒരു വിഭാഗം ആൾക്കാരുണ്ട് നമ്മുടെ സമൂഹത്തിൽ, ഈവൻ ഫാമിലിയിൽ ഉണ്ടാവാം, ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്ക് അത്ര ഇല്ലെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു ഫാമിലിയിലാണ് കൂടുതൽ, ഇല്ലെങ്കിൽ നമ്മുടെ നൈബേഴ്സോ നാട്ടുകാരോ അങ്ങനെയൊക്കെ ഉള്ളവരായിരിക്കാം. അപ്പം ഇൻ്റർഫിയറിങ് സ്വഭാവം കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾ വേറൊരാളുടെ ലൈഫിൽ കയറി അഭിപ്രായം പറയുക. മേ ബി ഇപ്പം ജോലിയൊന്നും ആയില്ലേ, പഠിത്തം കഴിഞ്ഞല്ലോ, നിൽക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായില്ലേ, കല്യാണം ആയില്ലേ, നീ ഇത്ര വെയിറ്റ് വെച്ചല്ലോ, അതെന്താ ഇപ്പം അങ്ങനെ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. നമ്മൾ പറയുന്ന ഒരു കാര്യം അപ്പത്തെ ഇതിൽ നമ്മൾ വിട്ടാലും ചിലത് അവർക്ക് അത് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യുന്നുണ്ടാവാം. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റൊരാൾക്ക് നെഗറ്റീവ് ആവുന്നെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യണ്ടേ? അപ്പോൾ അതേപോലെയാണ് ഈ ഇൻ്റർഫിയറിങ്ങിൻ്റെ കാര്യം. അപ്പം ഒരാളെ വെറുതെ വിടുക, അവർക്ക് അവരുടെ ലൈഫ് ഉണ്ട്, അല്ലാതെ അയാളുടെ ജീവിതത്തിൽ കയറിയിട്ട് ഓക്കെ എന്തിനാണ് ഇങ്ങനത്തെ ഡ്രസ്സ് ഇടുന്നത്, ആ കൊച്ചു കണ്ടില്ലേ അവിടെ പോയെന്ന് കണ്ടില്ലേ, ആ ഡ്രസ്സ് ഇട്ടിട്ടാണ് പോയേക്കുന്നത്, എന്താ അല്ലേ, ഈ രീതിയിലുള്ള സംസാരം. ആ കുട്ടിക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് എന്താണോ അതിട്ട് അത് പുറത്തു പോകണു, അതത്രേ ഉള്ളൂ. അതിനപ്പുറം അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ ചെന്നിട്ട് ഇത്രയൊക്കെ ഉള്ളോ ശമ്പളം, പക്ഷെ അപ്പറേ ഉള്ളവർക്ക് ഇത്ര ഉണ്ടായിരുന്നു, ആ കുട്ടി ഇന്നത് പഠിച്ചതാ, നിങ്ങൾ ഇത്രയും പഠിച്ചിട്ടും അതൊന്നും കിട്ടിയില്ലല്ലോ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. ഇത് ഈ പറഞ്ഞ ഇൻ്റർഫിയറിങ്ങിൻ്റെ ചെറിയൊരു എക്സാമ്പിളാണ്. എനിക്ക് പരിചയത്തിലുള്ളൊരു കുട്ടീൻ്റെ ബ്രദർ, കസിൻ ബ്രദറാണ്. അപ്പം ഈ കുട്ടി നന്നാവുന്ന ആൾക്ക് വലിയ ഇഷ്ടമല്ല. അപ്പം ആളെന്ത് ചെയ്യുന്ന വെച്ചാൽ ഇങ്ങനെ എവിടെ കുട്ടിക്ക് പണിയാൻ പറ്റുമോ, ഈ കുട്ടിയെ പണിയാൻ പറ്റുമോ, അല്ലെങ്കിൽ എങ്ങനെ പ്രശ്നം ഉണ്ടാക്കാവോ, അങ്ങനെ നോക്കി ഈ കുട്ടീൻ്റെ പുറകെ നടക്കുകയാണ്. എന്ത് ചെയ്യുന്നു, അങ്ങനെ ഒരു പെങ്ങൾ പാസം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇങ്ങനെ കുട്ടിയുടെ ലൈഫിൽ കണ്ടിന്യൂസ് ആയിട്ട് ഓരോ കാര്യത്തിൽ ഇടപെടുന്നു, ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നു, ആളുടെ ഫാമിലി ചെന്ന് പറയുന്നു, അങ്ങനെ ചെറിയ പ്രശ്നം ഉണ്ടാവുന്നു, അവരുടെ സമാധാനം പോകുന്നു. ഇതൊക്കെ കാണുമ്പോൾ ആൾക്കൊരു സന്തോഷം, ഓക്കെ ഞാൻ ഇത്രയും ചെയ്യുന്നുണ്ട്. പക്ഷെ പുറമേ ഉള്ളവരോ, ഈവൻ ആ കുട്ടിയുടെ പേരൻസ് പോലും വിചാരിക്കുന്ന എന്താണ്, അവളുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് അവൻ അങ്ങനെയൊക്കെ ചെയ്തത്. പക്ഷേ ഈ പറഞ്ഞ വ്യക്തി ഭയങ്കര ഹാപ്പി ആവുന്നുണ്ട്. അതായത് ഞാനായിട്ട് പണി കൊടുക്കുന്നുണ്ടല്ലോ അവൾക്ക് അങ്ങനെ വേണം, അല്ലെ അവൾ അങ്ങനെ ഹാപ്പി ആയിട്ട് ജീവിക്കണ്ട, ഇങ്ങനൊരു രീതിയിൽ ഒരു അനുഭവം എനിക്കറിയാവുന്ന ഒരു കുട്ടിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതേപോലെ ഓരോ കാര്യങ്ങൾ അവർക്ക് അവരുടെ ലൈഫ് നോക്കി ജീവിച്ചാൽ പോരെ. ഈ രണ്ട് ഇൻഡിവിജ്വൽസിനും അവരുടേതായ ലൈഫുണ്ട്, അത് നോക്കി ജീവിക്കാനുള്ളതിന് പകരം ഒരാളുടെ പുറകെ നടന്ന് എന്ത് ചെയ്യുന്ന, അവളവിടെ പോയി, അവൾ ഇവിടെ പോയി, ഇങ്ങനെ നോക്കുകയാണ്. ആക്ച്വലി ഇതൊക്കെ എന്തിനാണല്ലേ? എല്ലാവരും അവനവൻ്റെ കാര്യം, ഇപ്പം നമ്മുടെ ലൈഫ് പോലും പെർഫെക്റ്റ് അല്ല, എന്നിട്ട് അല്ലെ നമ്മുടെ കാര്യം പോലും നോക്കാൻ നമുക്ക് സമയമില്ല. അപ്പോഴാണ് നമ്മൾ വേറൊരാളുടെ കാര്യം നോക്കി വെറുതെ ടൈം വേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണേ. ഇപ്പം എന്താ പറയുക, നമ്മുടെ ലൈഫ് സത്യം പറഞ്ഞാൽ മൊത്തം ഒരു ചെക്ക് ലിസ്റ്റ് പോലെയാണ്. അതായത് ഇത്ര പഠിത്തം കഴിഞ്ഞ് ജോലി കഴിഞ്ഞ് ഇത്ര ശമ്പളം കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ കുട്ടികൾ, ഇതൊരു ചെക്ക് ലിസ്റ്റ് പോലെ എല്ലാം ടിക്കിട്ട് പോവുകയാണ് നമ്മുടെ ലൈഫിൽ. ഒരു ചേഞ്ച് വരുന്നില്ല. ഇപ്പം നമ്മൾ വേറൊരാളുടെ ലൈഫിൽ വിധി പറയാൻ വേണ്ടിയിട്ട്, അല്ലെ ഒരാളുടെ ലൈഫിൽ കയറിയിട്ട് അത് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ സത്യത്തിൽ ആരാണ്? അവരുടെ ഡ്രസ്സിങ് ആയിക്കോട്ടെ, ജോബ് ആയിക്കോട്ടെ, അവരുടെ സെറ്റിൽ ചെയ്യേണ്ട സമയം ആയിക്കോട്ടെ, ഇതൊന്നും നമ്മളല്ല പറയേണ്ടത്. ഇപ്പം എൻ്റെ ഒരു ജോലിനെ സംബന്ധിച്ച് ഞാനിപ്പം ലേറ്റായിട്ടാണ് ജോലിക്ക് കയറിയെങ്കിലും, അല്ല ഞാൻ ലേറ്റ് ആയിട്ടാണ് കയറുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഞാനിപ്പം നേരത്തെ കയറി എനിക്ക് സാലറി കുറവാണ്, അല്ല ഞാൻ എന്താ പറയുക ലേറ്റ് ആയിട്ടാണ് കയറുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ എൻ്റെ ഫോക്കസ്, എൻ്റെ ഗോള് എന്താണെന്ന് എനിക്കല്ലേ അറിയത്തുള്ളൂ, അത് വേറൊരാൾക്ക് അറിയത്തില്ല. സോ നമ്മളെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളെ ഓക്കെ അവൾ ഇത്രയും പഠിച്ചിട്ട് അവൾ ഇങ്ങനെയാണ് പോയത്, അവൾ ഇത്ര ഇതായിട്ട് ഇങ്ങനെയൊക്കെ കിട്ടിയുള്ളൂ, ഇങ്ങനെയുള്ള സംസാരം വരുമ്പോഴത്തേനും അവർക്ക് നമ്മുടെ ലൈഫിൻ്റെ ഒരു 10% മാത്രമേ അറിയത്തുള്ളൂ. ബാക്കി 90% സ്ട്രഗിളും അതിന് വേണ്ടിയിട്ടുള്ള എഫേർട്ടും എടുക്കുന്നത് നമ്മളാണ്. സോ അങ്ങനെയുള്ളപ്പോൾ നമ്മൾ വേറൊരാളുടെ ലൈഫിൽ കയറിയിട്ട് ഇതുപോലെ വിധി പറയാൻ നിൽക്കരുത്, ഒന്നാമത്തെ കാര്യം. പിന്നെയെന്ന് പറഞ്ഞാൽ
അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേനും സത്യത്തിൽ നമ്മൾ അവരെ ജഡ്ജ് ചെയ്യാൻ ആരുമല്ല. മേ ബി വിദ്യാഭ്യാസം പോലും ഇല്ലാത്തവരായിരിക്കും ഈ പറഞ്ഞ നമ്മളെങ്ങനെ അയ്യ അതാണോ കിട്ടിയത് അല്ല ഇതാണോ കിട്ടിയത് ഇങ്ങനെയുള്ള ഒരു രീതിയിൽ ചോദിക്കാൻ വേണ്ടിയിട്ടുണ്ടാവുക. പിന്നെ കൺസേൺ ആണോ കൺട്രോൾ ആണോ, ഇത് പലപ്പോഴും കൺഫ്യൂഷനായിട്ട് വന്നൊരു കാര്യമാണ്. ഇപ്പം നമ്മുടെ ആണെങ്കിലും കസിൻസ് അല്ലെ ബന്ധുക്കൾ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേനും അവർ പറയും, അച്ഛനും അമ്മയും പറയും അവരുടെ കൺസേൺ കൊണ്ടാണ് അവരങ്ങനെ പറയുന്നത്, നീ ഡ്രസ്സ് ഇട്ട് പോയാൽ ഇവരെന്ത് പറയും, അതുകൊണ്ടാണ് ആ ഒരു ഇതുള്ളതുകൊണ്ട് ആരെങ്കിലും നിന്നെ എന്തെങ്കിലും പറയുമോ എന്നുള്ള ആ ഒരു കൺസേൺ കൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് പറയും. എന്ത് കൺസേൺ? ഞാനെന്ന് ചോദിച്ചോട്ടെ, ഈ കൺസേൺ എന്ന് പറഞ്ഞാൽ സപ്പോർട്ടാണ്. അതേമാതിരി കൺട്രോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ കാര്യത്തിനെ ഡിറ്റക്റ്റ് ചെയ്യാണ്, നമ്മുടെ ഡിസിഷൻസിനെ വേറൊരാൾ കൺട്രോൾ ചെയ്യുന്നതാണ് കൺട്രോൾ. ഐ മീൻ ഈ പറഞ്ഞ ഡിറ്റക്ഷൻ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ ലൈഫിനെ വേറൊരാൾ നിയന്ത്രിക്കുക. ഓക്കെ, നീ അത് ചെയ്യണ്ട, നീ ഇവിടെ പോകണ്ട, നീ ഇത് ഒരു പ്രായം വരെ നമ്മളെ ഓക്കെ ഇതൊക്കെ ചെയ്യുന്നതിൽ കാര്യമുണ്ട്. നമ്മുടെ അച്ഛനും അമ്മയും അല്ലാണ്ട് മറ്റൊരാൾ നമ്മുടെ ലൈഫിൽ കൂടുതൽ ഇൻ്റർഫിയർ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെ പറഞ്ഞ പോലെ ഈവൻ ഹസ്ബൻഡ് അല്ലെ പാർട്ട്ണർ ആണെങ്കിൽ പോലും ഒരു പരിധിക്കപ്പുറം നമ്മളെ കൺട്രോൾ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളെല്ലാം ഇൻഡിവിജ്വലാണ്, നമുക്കെല്ലാം ഡിസിഷൻസ് എടുക്കാനുള്ള പവർ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ കൺസേൺ കൺട്രോളിൻ്റെ ആവശ്യമില്ല ആക്ച്വലി. അതേപോലെ തന്നെ കമ്പാരിസൺ കിൽസ് ഹാപ്പിനെസ് എന്നാണ്. നമ്മളിപ്പം സ്വയം കമ്പയർ ചെയ്യും. ഓക്കെ, അവൻ നല്ലതായിട്ട് സെറ്റിലായി, അവനൊന്നും പഠിക്കത്തില്ലായിരുന്നു, പക്ഷെ അവനിപ്പം ഇത്ര രൂപയ്ക്ക് ഇങ്ങനെ സെറ്റിലായിട്ടുണ്ട്, അമേരിക്കയിലാണ്, അല്ലെങ്കിൽ നല്ല ജോബാണ് അവൾക്ക് കിട്ടിയത്, ഇത്ര സാലറി ഉണ്ട് അവൾക്ക്, ഞാനിപ്പോഴും ഈ സാലറി തന്നെയാണ്. ഇങ്ങനെ സ്വയമേ കുറ്റപ്പെടുത്തൽ അല്ലെ കമ്പയർ ചെയ്യുന്നത്. ഈ ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതിപ്പോൾ തന്നെ നിർത്തുക. ഈ ഒരു ആറ്റിറ്റ്യൂഡ് കൊണ്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കോൺഫിഡൻസിനെ തന്നെ പകുതിയായിട്ട് അതങ്ങ് ഡിസ്ട്രോയ് ചെയ്യും. ചിലപ്പോൾ നമുക്കുള്ള ഉണ്ടാവും, നല്ലൊരു പൊസിഷൻ നമ്മളെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ടാവും. പക്ഷേ ഈ ഒരു ടൈമിങ്, ഞാൻ മുന്നേ ഒരു വീഡിയോയിലും പറഞ്ഞിരുന്നു, ട്രസ്റ്റ് ദ ടൈമിങ്. ഇപ്പം എനിക്ക് 2 ഡോർ മുട്ടിയപ്പം കിട്ടിയെങ്കിൽ അടുത്ത ആൾക്ക് 2 അല്ല 100 അല്ല എത്രയെങ്കിലും ആയിരിക്കാം. പക്ഷെ ആ ഒരു ടൈമിങ് അല്ല, ആ ഒരു പ്രോസസ്സിനെ ട്രസ്റ്റ് ചെയ്യുക. എല്ലാവരുടെയും ജേർണി ഡിഫറെൻ്റ് ആണ്, എല്ലാവരുടെയും ഈ ടൈമിങ്ങും ഡിഫറെൻ്റ് ആണ്. അപ്പം അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് ഈ കമ്പയർ ചെയ്യുന്നതിന് പകരം നമ്മുടെ ടൈമിന് വേണ്ടി വെയിറ്റ് ചെയ്യുക, നമ്മളതിന് വേണ്ടി മാക്സിമം വർക്ക് ചെയ്യുക. ഒരു എഫേർട്ടും എടുക്കാതെ അയ്യോ എനിക്കൊന്നും കിട്ടുന്നില്ലല്ലോ അങ്ങനെ വിചാരിച്ചിരിക്കുന്നതിന് പകരം നമ്മൾ ചെയ്യാനുള്ള പരിപാടി നമ്മൾ ചെയ്യുക, ബാക്കിയൊക്കെ അതിൻ്റെ വഴിക്ക് വന്നോളും. അത് ഒരു ഡേ റിസൾട്ട് ഉണ്ടാവും, അത് കൺഫേം ആണ്. ഇനി മൈൻഡ് യുവർ ഓൺ ബിസിനസ് അല്ലെ മൈൻഡ് യുവർ ഓൺ ലൈഫ്. ഇപ്പം നമ്മളെല്ലാവരും ഭയങ്കര തിരക്കാണ്, എല്ലാവരും അവനവൻ്റെ കാര്യങ്ങളെ തിരക്കാണ്. ഈ തിരക്കിൻ്റെ ഇടയ്ക്കും ആൾക്കാർ നമ്മളെ ചുഴിഞ്ഞ് നമ്മുടെ കാര്യങ്ങൾ അന്വേഷിക്കാൻ ധൃതി കാട്ടുന്നുണ്ടെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ ഒരു നെഗറ്റീവ് ഹാബിറ്റാണ്. അതൊരു എന്താ പറയുക, അവരുടെ തന്നെ ഒരു വൈകല്യമായിട്ട് വേണേൽ സംസാരിക്കാം. കാര്യം സ്വന്തം കാര്യം നോക്കി എല്ലാം നോക്കി നടത്താനുള്ളതിന് അപ്പുറത്തെ വീട്ടിൽ എന്തുണ്ട്, അല്ലെങ്കിൽ ഇപ്പുറത്തെ വീട്ടിലോ ഇന്നവിടെ അടി നടക്കുന്നുണ്ട്, എന്തായിരിക്കും കാരണം, ചിലപ്പോൾ ഇതായിരിക്കും കാരണം, നമ്മളെന്തോ കേട്ടതിൻ്റെ പേരിൽ നമ്മളങ്ങ് ഊഹിച്ച് നമ്മളങ്ങ് ജഡ്ജ് ചെയ്ത് നമ്മളൊരു ഇത് വെക്കുകയാണ്. അവരങ്ങനെയുള്ളവരാ, ഇവിടുന്ന് എപ്പോഴും ബഹളം, മേ ബി അവർ എന്തെങ്കിലും എന്താ പറയുക ഗെയിം കളിക്കലോ അങ്ങനെ അതിൻ്റെ എന്തെങ്കിലും ബഹളമൊക്കെ ആയിരിക്കും, നമ്മളങ്ങ് ഊഹിച്ച് കൂട്ടുകയാണ്. ഓക്കെ, ഇവരെന്നും വഴക്കാണ്, ഇവരുടെ അവിടെ അങ്ങനെ പ്രശ്നമുണ്ട് ഇങ്ങനെ പ്രശ്നമുണ്ട്. ഇതൊന്നും അറിയാതെ നമ്മൾ മൂന്നാമതൊരാളോട് ഇത് കമ്മ്യൂണിക്കേറ്റും കൂടെ ചെയ്യാം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എത്ര മോശപ്പെട്ട കാര്യമാണിതെന്ന്. വേറൊരാളുടെ ലൈഫ് അനലൈസ് ചെയ്യാൻ പോവുക, ഇതുപോലെ അതിൽ കയറിയിട്ട് എന്താ പറയുക അഭിപ്രായം പറയുക, ഇങ്ങനത്തെ ഒരു നേച്ചർ. പറഞ്ഞ പോലെ ഇമോഷണൽ അല്ലെ ഡീപ്പായിട്ടുള്ള ചില വാക്കുകൾക്ക് ഭയങ്കര പവറുണ്ട്. അത് നമ്മളെ ഹേർട്ട് ചെയ്യാനും നല്ല രീതിയിൽ ഹേർട്ട് ചെയ്യാനുള്ള കഴിവുണ്ട് അതിന്. സോ നമ്മൾ എന്തെങ്കിലും പറയുന്നതിന് മുന്നേ 2 തവണ ചിന്തിക്കണം. നമ്മൾ വേറൊരാൾക്ക് ദോഷം വരുന്നത് എന്തിനാണ് സംസാരിക്കുന്നത്? അല്ലെങ്കിൽ നമ്മുടെ കാര്യം നോക്കി നിന്നാൽ പോരെ, എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. പക്ഷെ എത്ര പേരത് ചെയ്യുന്നുണ്ട്? ഇപ്പം നമ്മൾ തമാശ രൂപേണ പറഞ്ഞ ഒരാൾ, നമ്മൾ മൂന്ന് പേര് കൂടി നിൽക്കുന്ന സമയത്ത് ഒരാളെ വെറുതെ നീ ഭയങ്കരമായിട്ട് വണ്ണം വെച്ചിരിക്കുക, നിന്നെ കാണാൻ കൊള്ളത്തില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ് ഉപമിക്കുക. ആ സമയത്ത് എല്ലാവരുടെയും കൂടി ഇരുന്ന് ചിരിക്കുമെങ്കിലും ഒരു പക്ഷെ നിങ്ങൾ പറഞ്ഞ വാക്ക് അല്ലെങ്കിൽ കാര്യം ആലോചിച്ച് വിഷമിക്കുന്നുണ്ടാവും മറ്റേയാൾ. അത് നമ്മളറിയുന്നില്ല. എന്തിനാണ് അറിയാതെ നമ്മളൊരാളെ വിഷമിപ്പിക്കുന്നത്? അതിൻ്റെ ആവശ്യമില്ല. അപ്പം ഇത്തരത്തിലുള്ള സ്വഭാവത്തിൽപ്പെട്ടവരാരും നിങ്ങളുടെ കൂട്ടത്തിലോ അല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്നവരോ ഉണ്ടെങ്കിൽ അവരെ ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സത്യം പറഞ്ഞാൽ ഇതൊരു വൈകല്യമായിട്ട് തന്നെ നമുക്ക് സംസാരിക്കാം, വൈകല്യമായിട്ട് തന്നെ പറയാം.
ഈ ഒരു ഹാബിറ്റ് മാറ്റി നമ്മൾ നമ്മളെ തന്നെ ഫോക്കസ് ചെയ്യുക, നമ്മുടെ കാര്യങ്ങൾ നോക്കുക, അത് വൃത്തിക്ക് ചെയ്യുക. ബാക്കിയെല്ലാം താനേ വരുന്ന വഴിക്ക്. എല്ലാവർക്കും അവരുടേതായ ബൗണ്ടറീസ് ഉണ്ട്. അവരുടെ ചോയ്സിനെ റെസ്പെക്റ്റ് ചെയ്യാൻ പഠിക്കുക. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ.